ഹായ് ഫ്രണ്ട്സ്, കനകമലയിൽ നടന്ന ഊട്ടുതിരുനാളിന്റെ പാചകപ്പുരയിലാണ് നമ്മൾ. തിരുനാളിന്റെ തലേദിവസം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ അന്യം തിന്നു പോകുന്ന പല കാഴ്ചകളും നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാണാൻ കഴിയുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ജനങ്ങളുടെ കൂട്ടായ്മയും പരസ്പര സഹകരണവും ആണ്. ഇടവകക്കാർ എല്ലാവരും ഒരുമിച്ച് പാചകം ചെയ്ത് ഒരുക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ ഇത്തരം കൂട്ടായ്മകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് നാളേരം പിഴിയിലും അതേപോലെ ഭക്ഷണം വെക്കലും പാചകകലകളിൽ ഏർപ്പെടുന്നതും ഒക്കെ പണ്ടൊക്കെ നമ്മ കല്യാണ വീടുകളിലെ തലേദിവസങ്ങളിൽ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. അതൊന്നും ഇപ്പോ നമ്മുടെ നാട്ടില് ഇല്ല. ഒക്കെ കാറ്ററിംഗ് സംവിധാനങ്ങളാണല്ലോ. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും അതൊന്ന് വേറെ തന്നെയാണ്. ഇടവക ജനം പരസ്പരം കണ്ടുമുട്ടുന്നതും അതേപോലെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലെങ്കിലും വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു പരിപാടിയാണിത്. ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ഈ പുക ശ്വസിച്ച് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. ഞാൻ അവിടെ ഏകദേശം ഒരു 10 മിനിറ്റോളം നിന്നതാണ്. എനിക്ക് അപ്പോഴേക്കും മതിയായി. ആ ചൂട് കൊണ്ടങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവരൊക്കെ സമ്മതിക്കണം. മാങ്ങക്കറിയിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ പിഴിയുന്ന തിരക്കിലാണ് കുറച്ച് ചേട്ടന്മാര്. ഈ പാത്രങ്ങളിലെല്ലാം തേങ്ങാപ്പാൽ നിറച്ച് പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. മാങ്ങക്കറിക്ക് രസം കൂട്ടുന്ന പ്രധാന വിഭവങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ ഈ തേങ്ങാപ്പാൽ. ഇതിന്റെ അളവിനനുസരിച്ചിരിക്കും നമ്മുടെ മാങ്ങക്കറിയുടെ ടേസ്റ്റ്. ചേട്ടന്മാരെല്ലാം അരി കഴുകുന്ന തിരക്കിലാണ്. അരിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയതിനു ശേഷമാണ് ചെമ്പിലേക്ക് തട്ടുന്നത്. ഈ കാണുന്ന ചെമ്പിലേക്കാണ് കഴുകിയ അരി കൊണ്ട് തട്ടുന്നത്. ഇങ്ങനെ 4 വിറകടുപ്പുണ്ട്. ഈ 4 വിറകടുപ്പിലാണ് നമ്മ കൂട്ടുതിരുന്നാളിന് ആവശ്യമായ ചോറ് വെക്കുന്നത്. ഇവിടെ നിൽക്കുക എന്നതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ചോറ് ഈ കാണുന്ന അരിപ്പക്കൊട്ടയിൽ വാർത്ത് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നു. മാങ്ങക്കറിയൊക്കെ പാകാവുന്നതിനനുസരിച്ച് ഈ കാണുന്ന പാത്രങ്ങളിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. കുറച്ചു പേർ അവിടെ ചോറ് വാർക്കുകയും അതുപോലെ ആവശ്യത്തിനുള്ള ചോറ് ആയി കഴിഞ്ഞാൽ അത് 2 പേര് കൂടി താങ്ങി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്ന രീതിയാണ്. വാഴയില നല്ല വൃത്തിയായി കഴുകിയതിനു ശേഷം ഈ കാണുന്ന ബെഞ്ചുകളിൽ നിരത്തിയതിനു ശേഷമാണ് അതിനു മുകളിൽ ചോറ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. മാത്രമല്ല പെടുന്നനെ എടുത്ത് സെർവ് ചെയ്യാനും സാധിക്കുന്നു. ഇതിങ്ങനെ ചെയ്യുന്നത് മൂലം 3 കൗണ്ടറിലേക്ക് ഒരേ സമയം വളരെ വേഗത്തിൽ ചോറ് എത്തിക്കാൻ സാധിക്കുന്നു. ഈ മാങ്ങക്കറിയുടെ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? വറ്റൽമുളകും പുളിയും മാങ്ങയും എന്താ രസല്ലേ! കഴിക്കാൻ അതിലേറെ രസം. ഒന്നും പറയാനില്ല, സൂപ്പർ. വെറുതെ അല്ല ഈ ഊട്ടുതിരുനാളിന് ഇത്രയേറെ ജനത്തിരക്ക്. കനകമലയിൽ ഊട്ടുതിരുനാൾ എന്ന് കേട്ടാൽ ജനങ്ങൾ ബസ്സും അതേപോലെ കാറും വാടകയ്ക്ക് എടുത്ത് വരുന്നതിന്റെ മെയിൻ കാരണം ഈ ടേസ്റ്റ് ആണ്. തീയൊക്കെ ഇങ്ങനെ നിന്ന് കത്തുന്ന കാഴ്ച സുന്ദരമാണെങ്കിലും അതിന്റെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. ഒരു 10 മിനിറ്റ് പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും ആ പുക കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. അത്ര ശക്തമായ പുകയാണ്. എന്നാലും ഒരു കണക്കിന് സഹിച്ച് പിടിച്ചാണ് ഇവരിവിടെയൊക്കെ നിൽക്കുന്നത്. ഊട്ടുതിരുനാളിന് നമ്മ പല ഇടവക പള്ളിയിലും പോകുന്നുണ്ടെങ്കിലും അതിന്റെ പിറകിലുള്ള കഷ്ടപ്പാടിനെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ പോയാലും എന്തെങ്കിലും കുറ്റങ്ങളും കുറവും കണ്ടുപിടിക്കുന്ന ജനങ്ങള് ഇതിന്റെ പിറകിലുള്ള കഷ്ടപ്പാട് ഒന്ന് കണ്ടു നോക്കണം.
കനകമലയിൽ എന്ന് തന്നെയല്ല എല്ലാ ഇടവക പള്ളിയിലും ഇതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജനങ്ങൾ വയ്ക്കുന്നത്. എന്നാൽ ഇടവക ജനം അതിന്റെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ അവിടെ വന്ന് പണിയണം, എന്നാലേ അറിയുള്ളൂ. കുറ്റം പറയാൻ എളുപ്പാണ്. ഇറച്ചിയിലേക്ക് ആവശ്യമായ മിളകും അതേപോലെ ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പോത്തും കായുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അങ്ങനെ നമ്മുടെ ബീഫ് കറി അവിടെ അങ്ങനെ പാകാവാണ് കേട്ടോ. ആ ബീഫിലെ മസാലയുടെ മണം ഞങ്ങളുടെ മൂക്കിലേക്കൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ചേട്ടനൊക്കെ ഇവിടെ ഫുൾ ടൈം സേവനം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ബീഫിലേക്ക് ആവശ്യമായ കായൊക്കെയാണിത്. ഇങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ ഇവിടെ. എന്ത് ആവശ്യമുണ്ടെങ്കിലും പള്ളിയുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ആദ്യമേ തന്നെ വന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന്റെ അവസാനം വരെ നിന്നിട്ട് ആണ് അവർ തിരിച്ചു പോവുള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമേ അവർ തിരിച്ചു പോവുള്ളൂ. അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവിടെ. ഇവരൊക്കെ ഇത് വേണ്ട രീതി ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യണത്. ഈ വാർപ്പിലൊക്കെ ഈ ബീഫൊക്കെ വെക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാനും ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. അടുപ്പിന്റെ അവിടുന്ന് മാറാതെ ഫുൾ ടൈം നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇറച്ചിയൊക്കെ ഏകദേശം വേവാൻ പാകത്തിനായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല അധ്വാനം പിടിച്ച പണിയാണ് ഇതൊക്കെ. മാത്രമല്ല നല്ല രീതിയിലുള്ള പുകയും ശ്വസിക്കണം. കറിക്ക് ആവശ്യമായ സവാളകളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ പണികളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. ദേ ഇവിടെ ചേട്ടൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിഷൻ ഉള്ളതിനാൽ വളരെ വേഗത്തിൽ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നു. തേങ്ങയിൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയെ നേരെ ആ മിഷന്റെ ഹോളിലേക്ക് ഇട്ട് കൊടുത്താൽ അതിവേഗത്തിൽ തന്നെ അത് അരഞ്ഞ് അതിൽ നിന്നുള്ള പാല് ലഭിക്കുന്നു. ഇവയൊക്കെ 2ഉം 3ഉം പ്രാവശ്യം അരയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന തേങ്ങകളാണ്. ഇവയൊക്കെ അരച്ച് തീർത്തതിന് ശേഷമേ വീട്ടിൽ പോകുകയുള്ളൂ എന്ന നിലപാടിലാണ് കക്ഷി. ഇവിടെ കുറച്ച് ചേട്ടന്മാർ അരി കഴുകാനുള്ള തിരക്കിലാണ്. 3ഉം 4ഉം നീര് അരി കഴുകിയതിനു ശേഷമാണ് അരി അടുപ്പിലെ വെള്ളത്തിലേക്ക് തട്ടുന്നത്. ഈ കാണുന്ന 3ഉം 4ഉം ചെമ്പുകളിലായിട്ടാണ് ചോറ് വേവിക്കുന്നത്. ചോറ് വെന്ത് വാർത്ത് കോരിയതിനു ശേഷം ആ കഴുകിയ അരിയെ വീണ്ടും ചെമ്പിലേക്ക് കൊണ്ട് തട്ടുന്നു. കാണുമ്പോൾ അത്രയൊന്നും തോന്നില്ലെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ അടുത്ത് നിൽക്കുക എന്നുള്ളത്. ഇത് ഇളക്കി കൊടുക്കാനും അതേപോലെ അരിപ്പക്കൈലിൽ അത് ഊറ്റിയെടുക്കാനും അതിന്റെ പുക ശ്വസിച്ച് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവരൊക്കെ ഇവിടെ ഫുൾ ടൈം സേവനം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരുകളാണ്.
തലേ ദിവസം ഫുൾ ടൈം ഉറക്കൊളിച്ചിട്ടാണ് ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇടവകയിലെ ഏതൊരു കാര്യത്തിനും യാതൊരുവിധ പ്രതിഫലവും മോഹിക്കാതെ നല്ലൊരു മനസ്സോടുകൂടിയാണ് ഇവർ ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഇടവകയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മയായി വളരാനും സഹായിക്കുന്നു. അങ്ങനെ ഞാൻ ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.